ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് 16:19 മുതൽ 31 വരെ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു സംഭവമാണ്. ഇതൊരു ഉപമയോ കഥയോ അല്ല, മറിച്ച് ഒരു സംഭവമായിട്ടാണ് യേശു ഇവിടെ പറയുന്നത്. മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതം കൊണ്ട് യേശു നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഈ ധനവാൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന ആളാണ്. ഈ ദരിദ്രൻ തൻ്റെ പടിപ്പുര വാതിക്കലാണ് കിടന്നിരുന്നത്. എന്നാൽ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചെങ്കിലും അത് ലഭിച്ചതായിട്ട് യേശു പറയുന്നില്ല. രണ്ടുപേരും മരിച്ചു. ധനവാനും ലാസറും മരിച്ചു. രണ്ടുപേരും രണ്ടിടത്തേക്ക് പോയി. ദരിദ്രൻ സ്വർഗത്തിലും ധനവാൻ യാതനാസ്ഥലത്ത് അഥവാ നരകത്തിലും പോയി. നാം മരിക്കുന്ന നിമിഷം തന്നെ ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ നാം പോകും. നമ്മുടെ ശരീരം ഇവിടെ ഉടുപ്പൂരി ഇട്ടിട്ട് പോകുന്നത് പോലെ നാം ഇട്ടേച്ചു പോകണം. നമ്മുടെ ആത്മാവിന് മരണമില്ല. നമ്മുടെ ആത്മാവ് നാം മരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ എത്തും. എന്നിട്ട് ആത്മാവില്ലാത്ത ഈ ശരീരമാണ് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഈ ഭൂമിയിൽ അടക്കുന്നത്. ധനവാനെ അടക്കിയതായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദരിദ്രനായ ലാസറിൻ്റെ ശരീരം അടക്കിയതായിട്ട് ഇവിടെ പറയുന്നില്ല. ആ ശരീരം ആരെങ്കിലും മറവ് ചെയ്യുകയോ നായ്ക്കൾ തിന്നുകയോ ചെയ്തു കാണും. എന്നാൽ ലാസറിൻ്റെ ആത്മാവിനെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ലാസറിനും ധനവാനും ഒരു പുതിയ ശരീരം ലഭിച്ചു. കാണാനും കേൾക്കാനും സംസാരിക്കാനും ശരീരത്തിൽ വേദനകളും ദാഹവും പൊള്ളലും ഒക്കെ അനുഭവിക്കുന്ന ഒരു ശരീരം ആണ് ലഭിച്ചത്. ധനവാൻ നരകത്തിൽ ദാഹവും പൊള്ളലും എല്ലാം അനുഭവിച്ചു. തനിക്ക് മേലോട്ട് നോക്കിയപ്പോൾ ദൂരത്ത് അബ്രഹാം പിതാവിനെ കാണാനും തന്നോട് സംസാരിക്കാനും അബ്രഹാം പറയുന്നത് തനിക്ക് കേൾക്കാനും കഴിഞ്ഞു. എന്നാൽ മരണശേഷമുള്ള തൻ്റെ അപേക്ഷകളൊന്നും അംഗീകരിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും ധനവാൻ അവിടെ ലഭിച്ചില്ല. മരണത്തിന് ശേഷം നാം എന്താഗ്രഹിച്ചാലും ഒന്നും നടക്കത്തില്ല. അവിടെ നിന്ന് ഒരു പ്രമോഷനും ഇല്ല. ഒരു ശുദ്ധീകരണ സ്ഥലം ഉള്ളതായിട്ട് യേശു പറയുന്നതേയില്ല. തൻ്റെ 5 സഹോദരന്മാർ ധനവാന്റെ 5 സഹോദരന്മാരുടെ അടുക്കൽ മരിച്ച ലാസറിനെ അയക്കാൻ പറഞ്ഞിട്ടും നടന്നില്ല. മരിച്ച ലാസർ ധനവാന്റെ ജീവനുള്ള 5 സഹോദരന്മാരോട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ അവർ മാനസാന്തരപ്പെടുകയുള്ളൂ എന്നാണ് ധനവാന് ഇവിടെ പറയുന്നത്. ധനവാൻ ജീവിച്ചിരുന്നപ്പോൾ ജീവനുള്ളവർ തൻ്റെ അടുക്കൽ വന്ന് സ്വർഗമുണ്ട് നരകമുണ്ട് ഒരുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ താൻ അത് വിശ്വസിക്കാതെ മാനസാന്തരപ്പെടാതെ ആ വചനത്തെ തള്ളിക്കളഞ്ഞു. ജീവനുള്ളവർ തന്നോട് വചനം പറഞ്ഞപ്പോൾ അവരെ താൻ ശ്രദ്ധിച്ചതേയില്ല. തൻ്റെ 5 സഹോദരന്മാരും തന്നെപ്പോലെ തന്നെയാണെന്ന് തനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് മരിച്ച ലാസറിനെ അവരുടെ അടുക്കൽ അയക്കാൻ ആവശ്യപ്പെടുന്നത്. അബ്രഹാം അപ്പോൾ പറയുന്നത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്നാണ്. മോശ എഴുതിയതാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ബാക്കി പ്രവാചകന്മാർ എഴുതിയതാണ്: യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ എന്നിവർ. ഇവരെഴുതിയ വേദപുസ്തകം ഇവിടെയുണ്ട്. ഇത് കേട്ടിട്ട് മാനസാന്തരപ്പെടുന്നവർ സ്വർഗത്തിലേക്ക് വന്നാൽ മതിയെന്നാണ് അബ്രഹാം പറയുന്നത്. ധനവാൻ ആയതുകൊണ്ടല്ല അയാൾ സ്വർഗത്തിൽ ചെല്ലാഞ്ഞത്, മറിച്ച് മോശയും പ്രവാചകന്മാരും എഴുതിയ വചനം ഭൂമിയിൽ ജീവനോടിരുന്നപ്പോൾ കേട്ട് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ അയാൾ ഒരുങ്ങിയില്ല. എന്നാൽ ലാസറിൻ്റെ ശരീരം മുഴുവൻ വ്രണമായിരുന്നിട്ടും താൻ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ടു. അതുകൊണ്ടാണ് ലാസറിന് സ്വർഗം ലഭിച്ചത്. 2 കൊരിന്ത്യർ 5:10 പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമുക്ക് ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഇതിന് അവസരമുള്ളൂ. ശരീരം വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പ്രാർത്ഥിച്ചാലും എന്തപേക്ഷിച്ചിട്ടും ഒരു കാര്യവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവെ, ഞങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ കർത്താവെ മരണത്തിനായി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ. അപ്പോൾ അങ്ങയുടെ വിശുദ്ധി ഞങ്ങൾക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ കർത്താവെ അവസാന ശ്വാസം വരെയും കർത്താവെ അങ്ങയോട് വിശ്വസ്തരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.